അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന ആ റൗള ഷരീഫിൽ ചെന്നവർക്കറിയാം, അവിടെ ഇതുവരെയും അടയ്ക്കപ്പെടാത്ത ഒരു ജന്നൽ കാണാൻ സാധിക്കും. ആ ജന്നൽ ഇതുവരെയും അടച്ചിട്ടില്ല, തുറന്നു കിടക്കുകയാണ്. നൂറ്റാണ്ടുകളായി ആ ജന്നൽ ഇതുവരെയും തുറന്നു കിടക്കുന്നു. നൂറ്റാണ്ടുകളായി തുറന്നു കിടക്കുന്ന ആ ജനാലയ്ക്ക് ഒരുപാട് കഥ പറയാനുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടക്കം ചെയ്തിരിക്കുന്നതിൻ്റെ നേർവിപരീതമായിട്ടാണ് ഈ അടയ്ക്കപ്പെടാത്ത ജനാല കാണാൻ സാധിക്കുന്നത്. റൗള ഷരീഫിൽ ചെന്ന് മുത്തുനബി തങ്ങളോട് സലാം ചൊല്ലി നേരെ തിരിഞ്ഞ് പുറകോട്ട് നോക്കിയാൽ ആ ജനാല കാണാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മളിൽ അധിക പേർക്കും അറിയാത്ത മനോഹരമായ ഒരു ചരിത്രം ആ ജനാലയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. നൂറ്റാണ്ടുകളായി ഈ ജന്നൽ ഇതുവരെയും അടയ്ക്കാതെ അത് തുറന്നിട്ടിരിക്കുന്നതിൻ്റെ പിന്നിൽ വലിയൊരു മഹാകഥയുണ്ട്. ചരിത്രത്തിൻ്റെ താളുകളിൽ ഒരുപ്പ തൻ്റെ മകൾക്ക് നൽകിയ വാക്കിൻ്റെ സ്മാരകമായി നിലനിർത്തിയിരിക്കുന്ന ഒരു അടയാളമാണിത്. എക്കാലത്തെ മികച്ചതും ദൈർഘ്യമേറിയതുമായ ഒരു വാഗ്ദാനത്തിൻ്റെ അടയാളമാണ് ഈ ജന്നൽ. ആ ജനാലയ്ക്കകത്തെ ചുമരിലെ നിറങ്ങൾക്ക് പോലും ഒരു പ്രണയത്തിൻ്റെ കഥ പറയാനുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അതിയായി സ്നേഹിച്ച ഒരു ഭാര്യയുടെ കഥ പറയാനുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നിൽ നിന്നും വേർപെട്ടു പോയപ്പോൾ ആ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ചോർത്ത് ആ ഭാര്യ എത്രത്തോളം വിഷമിച്ചിരുന്നു, പ്രയാസപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് ഈ ജനാല. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ മസ്ജിദ് നബവി ഒരുപാട് വിപുലീകരണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നാൽ നൂറ്റാണ്ടുകളായി പലതരത്തിലുള്ള വിപുലീകരണങ്ങൾ നടന്നപ്പോഴും ആ ജനാലയ്ക്ക് അവർ ഒരു മാറ്റവും നടത്തിയിട്ടില്ല. അന്നെങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ആ ജനാലയും നിലനിർത്തി പോകുന്നത്. ആ ജനാല അടയ്ക്കാനോ അതുമല്ലെങ്കിൽ അത് അവിടെ നിന്നും പൊളിച്ചു മാറ്റാനോ ആരും മുന്നോട്ട് വന്നിട്ടില്ല. കാരണം അത് ഇസ്ലാമിക ചരിത്രത്തിലെ ഖലീഫയായിരുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാഗ്ദാനമായിരുന്നു അത്. ആ ജനാല അത് എന്നും തുറന്നു കിടക്കണമെന്നുള്ളത്. ആ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്നു. ആളുകൾ വന്ന് സലാം ചൊല്ലുന്ന ഭാഗത്തിൻ്റെ തെക്കുഭാഗത്തായിട്ടായിരുന്നു ഹഫ്സാ ബിവി റളിയല്ലാഹു അൻഹയുടെ മുറി. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരുപാട് നാൾ ഒരുമിച്ച് ജീവിച്ച, ഒരുപാട് നാൾ കിടന്നുറങ്ങിയ ആ മുറി വിട്ട് പിരിയാൻ ഹഫ്സാ ബിവിക്ക് ഒരിക്കലും മനസ്സു വന്നിരുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വിയോഗം ഹഫ്സാ ബിവി റളിയല്ലാഹു അൻഹയെ വല്ലാതെ മാനസികമായി സങ്കടത്തിലാഴ്ത്തി. അവിടെ നിന്നും മാറണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു 2 ദിവസം ഇങ്ങനെ തൻ്റെ മകളോട് സമ്മർദ്ദം ചെലുത്തിയിട്ടും ഹഫ്സാ ബിവി ഒരിക്കലും തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു പ്രിയ പത്നിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ അടക്കം പലരും ഹഫ്സാ ബിവിയോട് ഇക്കാര്യം പറഞ്ഞുവെങ്കിലും ഹഫ്സാ ബിവി അതിൽ നിന്നും ഒരിക്കലും പിന്മാറാൻ തയ്യാറായില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ മകനായ ഉബൈദുല്ലയും കൂട്ടി ഹഫ്സാ ബിവി റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഹഫ്സാ ബിവിയോട് ജ്യേഷ്ഠനെ കൊണ്ട് കാര്യത്തിൻ്റെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. നീ ചെറിയൊരു മുറി ഒഴിവാക്കി പകരം ഇതിനോട് ചേർന്ന് പള്ളിക്ക് പുറത്തുള്ള ആ വലിയൊരു മുറിയിലേക്ക് മാറുക എന്ന് ജ്യേഷ്ഠൻ തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയോട് അനുനയത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഞാൻ മദീനയുടെ തൊട്ടടുത്ത പ്രാന്തപ്രദേശത്തിലേക്ക് മാറിക്കൊള്ളാം. ആ മുറി ഇനി മുതൽ നിനക്ക് സ്വന്തം. ആ ജ്യേഷ്ഠന്റെ സ്നേഹത്തോടുകൂടിയുള്ള ആ വാക്കുകളിൽ ഹഫ്സാ ബിവി സമ്മതം പ്രകടിപ്പിച്ചു. പിന്നീട് തൻ്റെ ഉപ്പയോടും ജ്യേഷ്ഠനോടും ഹഫ്സാ ബിവി അധികം വൈകാതെ തന്നെ തൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ്. എന്നും എനിക്ക് എൻ്റെ ഹബീബിനെ കണ്ടുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി ഇക്കാക്കയുടെ ആ മുറിയിലെ ജന്നൽ എപ്പോഴും തുറന്നിട്ടിരിക്കണം, അത് അടയ്ക്കാൻ പാടില്ല. കൂട്ടത്തിൽ പ്രയാസകരമല്ലാത്ത ആ ഒരു സമ്മർദ്ദത്തിൽ ആ പിതാവിനും മകനും തിരിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഇനി മുതൽ ആ വീടിൻ്റെ ജന്നൽ നിനക്കു വേണ്ടി അടയ്ക്കില്ല എന്ന ഉറപ്പ് ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ മകൾക്ക് കൊടുക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉറപ്പായിരുന്നു അത്. ഹിജറ 41 ഹഫ്സാ ബിവി റളിയല്ലാഹു അൻഹ വഫാത്തായെങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആ ജനാല ഇപ്പോഴും അടയാതെ തുറന്നു കിടക്കുകയാണ്. ജീവിതകാലത്ത് ഒരു ഉപ്പ തൻ്റെ മകൾക്ക് നൽകിയ ഒരു വാഗ്ദാനത്തിൻ്റെ ഓർമ്മയായി, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ച ഒരു ഭാര്യയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായി ഹഫ്സാ ബിവിയെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ആരായിരുന്നു ഹഫ്സാ ബിവി? വിശുദ്ധ ഖുർആനിന്റെ ആദ്യ കൈയെഴുത്ത് പകർപ്പ് കൈവശം വയ്ക്കാൻ ഭാഗ്യം ലഭിച്ച ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകളായിരുന്നു ഹഫ്സാ ബിവി റളിയല്ലാഹു അൻഹ. ഖുർആനിന്റെ സൂക്ഷിപ്പുകാരി എന്നായിരുന്നു ഹഫ്സാ ബിവി അറിയപ്പെട്ടിരുന്നത്. സുഹാബി വനിതകളിൽ വളരെയേറെ പ്രസിദ്ധിയാർജിച്ച മഹദി കൂടിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സാ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹു.
വിശുദ്ധ ഖുർആനിന്റെ ആദ്യ കൈയെഴുത്തു പകർപ്പ് കൈവശം വയ്ക്കാൻ ഭാഗ്യം ലഭിച്ച വനിത കൂടിയാണ് ഹഫ്സ ബീവി. മരണവേളയിൽ ഖുർആൻ പകർപ്പ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ആകട്ടെ തന്റെ മകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിയുമായ ഹഫ്സ ബീവി ഏൽപ്പിച്ചുകൊണ്ടാണ് വഫാത്താകുന്നത്. എന്നാൽ പിന്നീട് ഖലീഫയായി വന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആവശ്യാർത്ഥം ഹഫ്സ ബീവി അത് പകർത്തി എഴുതുവാനായി കൈമാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പുത്രിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ച അതേ വർഷത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഹഫ്സ ബീവിയും ജനിക്കുന്നത്. ഇത് നുബുവത്തിന്റെ 10 വർഷം മുമ്പാണ്. തന്റെ പിതാവിനൊപ്പം ഇസ്ലാമിലേക്ക് വന്ന ഹഫ്സ ബീവിയെ സഹമദ് ഗോത്രത്തിൽപ്പെട്ട ഹുനൈസ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുകയാണ്. അബിസീനിയ പലായനം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴായിരുന്നു ഹുനൈസ് റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹം. പിന്നീട് ഇരുവരും മദീനയിലേക്ക് ഹിജ്റ പോയി. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഹുനൈസ് റളിയല്ലാഹു അൻഹു വൈകാതെ ഷഹീദായി മാറുകയും ചെയ്തു. യൗവനയുക്തിയായ തന്റെ മകൾ കണ്ണീരിൽ കുതിർന്നുകൊണ്ട് ജീവിക്കുന്നത് കാണാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരിക്കലും സാധിച്ചിരുന്നില്ല. ആ സങ്കടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഇടയ്ക്കിടെ പങ്കുവച്ചിരുന്നു. നബി തങ്ങളാകട്ടെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ സ്വാന്തനിപ്പിക്കാറുമുണ്ട്. അങ്ങനെയിരിക്കെ തന്റെ മകൾക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തണമെന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനവുമായി ഉമർ റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി. പ്രവാചക പുത്രി കൂടിയായ ഭാര്യ റുഖിയ റളിയല്ലാഹു അൻഹയുടെ മരണത്തോടെ ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. മകൾ ഹഫ്സയെ താങ്കൾക്ക് വിവാഹം കഴിച്ചുകൂടെ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആവശ്യം കേട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് ഞാനൊന്ന് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിവാഹത്തിന് ഉദ്ദേശിക്കുന്നില്ല എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് ആ നിർദ്ദേശം സ്നേഹപൂർവ്വം ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിരാകരിക്കുകയായിരുന്നു. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ആവശ്യം ഉന്നയിച്ചത്. കൂട്ടുകാരന്റെ ആവശ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു കേട്ടു. പ്രതികരണമായിട്ട് ഒന്നും പറഞ്ഞില്ല. ദുഃഖഭാരം അസഹ്യമായ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പാകെ പരാതിയുമായി ചെന്നു. നബി തങ്ങൾ പറഞ്ഞു, കാത്തിരിക്കുക സുഹൃത്തെ, താങ്കളുടെ മകളെക്കാൾ ഒരു ഉത്തമ ഭാര്യയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കിട്ടും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉത്തമനായ ഒരാൾക്ക് മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ താങ്കൾക്കാവുകയും ചെയ്യും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ നല്ല ഒരു വ്യക്തി താങ്കളുടെ മരുമകനായി വരും. അത് കേട്ട ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ വാടിയ മുഖം പ്രസന്നമായി മാറി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ നല്ലയാൾ നിബിതങ്ങളല്ലാതെ മറ്റാരും ഉണ്ടാവില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഊഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സമയത്ത് സൗദയും ആയിഷയുമായിരുന്നു ഭാര്യമാരായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്റെ 20-ാം വയസ്സിൽ തിരുപത്നി പദത്തിലേക്ക് ഹഫ്സ ബീവിയും കടന്നു ചെല്ലുന്നു. അങ്ങനെ സന്തത സഹചാരി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനൊപ്പം ഉമർ റളിയല്ലാഹു അൻഹുവും തിരുദൂതരുടെ ഭാര്യ പിതാവെന്ന സ്ഥാനത്തേക്ക് എത്തുകയാണ്. ഭക്തയും വിശ്വസ്തയുമായിരുന്ന ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ നിസ്കാരം, നോമ്പ്, ദാനം എന്നിവയുൾപ്പെടെയുള്ള പുണ്യകർമ്മങ്ങളിൽ മുഴുകി ജീവിച്ച ഒരു വനിതയായിരുന്നു. എഴുതാനും വായിക്കാനും അറിയാവുന്ന അപൂർവം വനിതകളിൽ ഒരാളായിരുന്നു ഹഫ്സ ബീവി. ഇന്ന് നാം കാണുന്ന അള്ളാഹുവിന്റെ പരിഭാവനമായ ഖുർആൻ പകർത്തി എഴുതിയുണ്ടാക്കുന്ന ജോലിയിൽ ഹഫ്സ ബീവിയുടെ പങ്ക് നിസ്തുലമായിരുന്നു. 60-ലധികം നബിവചനങ്ങളും ഹഫ്സ ബീവി നിവേദനം ചെയ്തിട്ടുണ്ട്. ഹിജ്റ 45 മുആവിയത്ത് ബിനു അബീ സുഫിയാന്റെ ഭരണകാലത്ത് ഉമ്മുൽ മുഅ്മിനീൻ മഹദി ഹഫ്സ ബീവി ഈ ലോകത്തു നിന്നും വിട പറയുകയാണ്. വഫാത്താകുമ്പോൾ തന്റെ സ്വത്തിന്റെ ഒരു ഭാഗം സഹോദരൻ അബ്ദുള്ളയ്ക്ക് ദാനം ചെയ്യുകയും ബാക്കി ദരിദ്ര കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യാൻ വസിയത്ത് ചെയ്യുകയും ചെയ്തിരുന്നു. 63 വയസ്സുണ്ടായിരുന്ന മഹദിയുടെ ജനാസ നിസ്കാരം മദീനയുടെ ഗവർണറായ മർവാൻ ഇബ്നു ഹക്കമിന്റെ നേതൃത്വത്തിലായിരുന്നു നിർവഹിക്കപ്പെട്ടത്. മദീനയിലെ പൊതുമഖ്ബറയായ ബഖീയിലാണ് മഹദിയെ മറവു ചെയ്തത്.